ഹീൽസ്. ഈ ഒരു സംഭവം ഇട്ടിട്ട് ഗേൾസ് വെറും കംപ്ലൈനിങ് ആണ്. ഇതിട്ടിട്ട് എന്റെ കാല് വേറെ എടുക്കുന്നത് നടക്കാൻ പറ്റുന്നില്ല. ഓ മൈ ഗോഡ്, വി ആർ ഗോണ പ്രൂവ് ദം റോങ്. നമ്മൾ ഇന്ന് ഈ ഒരു ഹീൽസ് ഇട്ടിട്ട് എക്സ്ട്രീം സ്പോർട്സ് കളിക്കാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടിങ് വിത്ത് ഫുട്ബോൾ. അതന്നെ അല്ലേ, ഇതെല്ലാം ഇട്ടാ കൂടുതലായിട്ട് എന്ത് സംഭവിക്കാനാ? ഒരു മിനിറ്റ്, നമുക്ക് വീഡിയോ എടുക്കുമ്പോ തൽക്കാലം രണ്ടാളും പേര് ഒപ്പിട്ട് അടിയിൽ ഒരാവശ്യമുണ്ട്, അഥവാ എന്തെങ്കിലും പറ്റിയാലോ. ഹീൽസ് ഇട്ടിട്ടുള്ള ആദ്യത്തെ സ്പോർട്സ് ഫുട്ബോൾ ആണ്. വി ആർ ഗോണ ഹിറ്റ് പെനാൽറ്റി. എല്ലാവർക്കും 2 പെനാൽറ്റി കിക്സ് ഉണ്ട്. ആൻഡ് സ്കോർ ചെയ്യുന്ന ഓരോ പെനാൽറ്റിക്കും ഓരോ പോയിന്റ് വീതമാണ്. ഫസ്റ്റത്തെ പെനാൽറ്റി അടിച്ചതിന് ശേഷമാണ് ഗൈസ് നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. നമ്മൾ വാങ്ങിയത് ഉഡായിപ്പ് ഹീൽസ് ആയിരുന്നു. ഒറ്റ അടിക്ക് തന്നെ കുട്ടൂസിന്റെ ഹീൽസിന്റെ പണി കഴിഞ്ഞു. ഇതെന്ത് ഹീൽസ്? ബോട്ടിട്ട് അടിച്ചിട്ടില്ല, ഹീൽസ് ഇട്ടിട്ട്. ബോട്ടിട്ട് അടിക്കാൻ അറിയാം, ഹീൽസ് ഇട്ടിട്ട് അടിക്കാൻ പോടാ. രണ്ടടിക്കേ ഉള്ളൂ കേട്ടോ, നീ ഇപ്പൊ തന്നെ പുറത്താവുന്നത്. ഇതെന്നെ വെറൈറ്റി അടിയാ, നോക്കോ. ധൈര്യം പിടികളാ. രണ്ട് കാലും പൊട്ടി. ഫസ്റ്റത്തെ നമ്മൾ സ്പോർട്സ് ഫുട്ബോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2, അർണോൾഡ് 2, കുട്ടൂസ് 0. ഇതിൽ വേറൊരു വെറൈറ്റി ഉണ്ട് ഗൈസ്. ഫുട്ബോൾ മാത്രല്ല, നമ്മൾ ഇനിയും വേറെ കുറെ ഗെയിംസ് ഹീൽസ് ഇട്ടിട്ട് കളിക്കുന്നതായിരിക്കും. ആൻഡ് എല്ലാ ഗെയിംസിനും പോയിന്റ് ഉണ്ട്. ഏറ്റവും അവസാന പോയിന്റ് ടേബിളിൽ ലാസ്റ്റ് ആരാണ് വരുന്നത്, അയാൾ ഫുള്ള് പെണ്ണായിട്ട് വേഷം ഇട്ടിട്ട് ടിക്ക് എടുത്ത് സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. റെഡിയാ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ പടയാളികളെല്ലാം പണ്ട് യുദ്ധത്തിന് പോയാൽ ഇങ്ങനെ ഓരോ വെട്ടെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യൂലേ, അതേപോലെ തന്നെ നമ്മളൊരു യുദ്ധം കഴിഞ്ഞ് വന്നതാണ്. ആ യുദ്ധം ജയിച്ചു, ഇവ യുദ്ധത്തിൽ കാണാൻ വേണ്ടി വന്നതാണ്. പെനാൽറ്റി പുറത്തടിച്ചിട്ട് അപ്പോഴത്തേക്കും അവന്റെ ഹീൽസ് പൊട്ടി. അപ്പം നമ്മളെ ജുഗാഡ് DIY ചെയ്യുന്നതാണ്. ഓക്കെ, ചുറ്റിട്ടാ, വേറെ വഴിയില്ല ഗൈസ്. ഒരു ചാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പൊട്ടി. വി ആർ ദ വാരിയേഴ്സ്, വി ആർ സ്പാർട്ട. നമ്മൾ ഇത്ര ടൈറ്റ് ആയിട്ട് ഈ ഒരു ഹീൽസ് സലോ ടേപ്പ് വെച്ച് ചുറ്റി സെറ്റ് ആക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇപ്പൊ കഴിഞ്ഞത് ഫുട്ബോൾ ആണെങ്കിൽ ഇനി വരാനുള്ളത് അതിനെക്കാട്ടിയും ടഫ് ചാലഞ്ചസ് ആണ്. നമ്മൾ അടുത്തതായിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നത് ക്രിക്കറ്റ് ആണ്. നമ്മൾ ഓരോരുത്തർക്കും 2 ബോൾസ് വീതം ഫേസ് ചെയ്യാനുണ്ടാവും. ആൻഡ് ആ ഒരു 2 ബോൾസിന് പറ്റാവുന്നത്ര റൺസ് നമ്മൾ സ്കോർ ചെയ്യണം. ആരാണോ ഏറ്റവും കൂടുതൽ റൺസ് ഈ ഒരു 2 ബോൾസിൽ സ്കോർ ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. ഫസ്റ്റ് ബാറ്റ്സ്മാൻ ഈസ് കുട്ടു. കറക്റ്റ് കയ്യില് എടാ ഞാൻ നിക്കടാ, ഞാൻ എന്നിട്ടില്ല കാര്യമൊന്നുണ്ടെന്ന് തോന്നില്ല. ഓ ബാറ്റിൽ കൊള്ളിക്കില്ല, ഓനടിക്കൂല. രണ്ടാമത്തെ ബോൾ. പക്ഷെ ഇതെങ്കിലും നേരെ അടിക്കുന്നു, പിടിക്കണം, എനിക്ക് ഓടണം. 2 ബോളിൽ കുട്ടൂസിന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്, 0 ആണ്. ഏകദേശം ഈ ഒരു റൗണ്ടിലും ഞാൻ ഒരെണ്ണം സേഫ് ആവുന്ന പോലെ ഉണ്ട്. എപ്പറാ എനിക്ക് ഇങ്ങനെ പറ്റുന്നത്? എപ്പറി ബാറ്റിംഗിന് ശേഷം എർണോൾഡ് ആണ് നെക്സ്റ്റ് ബാറ്റ്സ്മാൻ. എർണോൾഡ് എനിക്ക് ആരെയാ വേണ്ടേ? ഹർഭജൻ സിംഗ് ഉണ്ട്, ജഡേജ ഉണ്ട്, ബുംറ ഉണ്ട്. ജഡേജ അപ്പൊ ബുംറയായിട്ട് വരും. സോറി ഫോർ ദാറ്റ്. കുട്ടൂസിന് കയ്യിൽ ക്യാമറ കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. സോറി ഫോർ ദ 4K അൾട്രാ HD വിഷ്വൽ. ഞാൻ ബാറ്റ് ചെയ്യാനുണ്ട്, പോയിട്ട് ബാറ്റ് ചെയ്യാനായത്. ലാസ്റ്റ് ബോൾ ആയിരുന്നോളെ. ക്യാമറ പിടിച്ചിട്ട് എർണോൾഡിനെ റൺ ഔട്ട് ആക്കിയ സന്തോഷത്തിൽ കുട്ടൂസിന്റെ അടുത്ത് ഓടുന്ന വഴിക്കാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ഇവന്റെ ഹീൽസ് പോയി. ഒട്ടിക്കൽ ശരിയില്ല. ഇവൻ ഫസ്റ്റ് ബോൾ ഔട്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ബാറ്റ്സ്മാൻ ഞാനാന്നുള്ള കാര്യം മറന്നുപോയി. എനിക്ക് 6ഉം 4ഉം അടിക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്കാകെ 3 റൺസ് എടുത്താൽ മതി ജയിക്കാൻ. സോ ഐ പ്ലേഡ് വിത്ത് മൈ ബ്രെയിൻ. ഇപ്പൊ വരാട്ടാ. ഞാൻ ജയിച്ചു.
ഒരു ബോൾ 3 റൺ. ഈ ഒരു ക്രിക്കറ്റ് ചാലഞ്ച് അവസാനം ഫസ്റ്റ് ഞാനായതുകൊണ്ട് എനിക്ക് 3 പോയിന്റ്സ്, സെക്കൻഡ് എർണോളാണ്, സോ ഹി ഗെറ്റ്സ് 1 പോയിന്റ്, ആൻഡ് ലാസ്റ്റ് വന്നത് കുട്ടൂസ് ആയതുകൊണ്ട് ഹി ഗെറ്റ്സ് ആസ് മച്ച് റൺസ് ആസ് ഹി സ്കോർഡ്, ദാറ്റ് ഈസ് 0. ക്രിക്കറ്റ് ഫുട്ബോളും കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ഹീൽസ് ഇട്ടിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഇവന്റിലേക്ക് പോകുന്നത്. ഇത് സാധാരണ ഒരു ഇവന്റ് അല്ല ഗൈസ്, ഇത് ഒളിമ്പിക്സിലെ തന്നെ മെയിൻ ഇവന്റ് ആണ് 100 മീറ്റർ ഡാഷ്. സത്യം പറയുന്നത് 100 മീറ്റർ ഒന്നും ഇല്ല, നമ്മൾ ഈ ഒരു പെനാൽറ്റി ബോക്സ് അടുത്ത പെനാൽറ്റി ബോക്സ് വരെ പോയിട്ട് തിരിച്ചു വരും, അതാണ് പരിപാടി. 3, 2, 1 go. ഈ ഒരു ഓട്ട മത്സരത്തിന്റെ അവസാനം 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് കുട്ടൂസ് ഒരു ചാലഞ്ച് വിൻ ചെയ്ത്, ആൻഡ് അതേപോലെ തന്നെ നമ്മളെ 3ാമത്തെ പോരാളിന്റെ ഹീൽസും നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ ഓട്ട മത്സരത്തിന് ശേഷം അടുത്ത പോരാളിന്റെയും കൂടെ ഷൂ ഒടിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എടുക്കടാ കുട്ടൂസ്, സ്പാർട്ടൻസിന്റെ സെലോ ടേപ്പ് എടുത്ത് കൊടുക്ക്. ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടൂസിന് ഇപ്പൊ 3 പോയിന്റ് ആയിരിക്കാണ്, ആൻഡ് സെക്കൻഡ് വന്ന എനിക്ക് 1 പോയിന്റ്, എർണോൾഡ് തേർഡ് ആയതുകൊണ്ട് ചങ്ങയ്ക്ക് പോയിന്റേ ഇല്ല. ആൻഡ് ഹീൽസ് ഇട്ടിട്ടുള്ള 3 എക്സ്ട്രീം ചാലഞ്ചസിന് ശേഷം ഇതാണ് പോയിന്റ് ടേബിൾ. നമ്മൾ 4ാമത്തെ എക്സ്ട്രീം ചാലഞ്ചിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എർണോൾഡ് ഈ ഒരു ഹീൽസ് നല്ല ടൈറ്റ് സെലോ ടേപ്പ് കൊണ്ട് ചുറ്റണം, കാരണം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിപ്പിംഗ് ആണ്. നമ്മൾ 3 പേർക്കും 1 മിനിറ്റ് ടൈം ഉണ്ട്. ഈ ഒരു 1 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആരാണോ സ്കിപ്പ് ചെയ്യുന്നത് അവർക്ക് 3 പോയിന്റ് ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ബൈ ദ വേ ഗൈസ്, ഈ ഒരു കളിയിൽ കുട്ടൂസിന് 1 പോയിന്റ് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ പെണ്ണായിട്ട് നിന്നിട്ട് ഫോട്ടോ ഇടുന്ന ആള് കുട്ടൂസ് ആണ് ഗ്യാരണ്ടീഡ് ആവുന്നതായിരിക്കും. 3, 2, 1 go. 1, 2, 3, 4, 5, 6, 7. സ്കിപ്പിംഗ് എന്ന് പറഞ്ഞ സമയത്ത് ഇതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചെങ്കിൽ ഐ എം സോ സോറി ഗൈസ്, നമ്മൾ 3 പേർക്കും മര്യാദക്ക് സ്കിപ്പ് ചെയ്യാൻ പോലും അറിയില്ല. പിന്നെ പെണ്ണായിട്ടൊന്ന് ഫോട്ടോ ഇടാൻ പറ്റാത്തതുകൊണ്ട് തവളച്ചാട്ടം പോലെങ്കിലും തുള്ളിയിട്ട് സ്കിപ്പ് ചെയ്യാൻ നമ്മളങ്ങ് തീരുമാനിച്ചതാണ്. 7, 8, 11, 12, 12. ഹീൽസ് ഇട്ട് തുള്ളാൻ വരെ മറന്നു. 14, 15, 16, ഇവന് സുഖം ട്രിക്കാൻ പോകുന്നത്. 19, 20, 21, 22, 33. മതിയായത് 50 സെക്കൻഡ് ആയിട്ടുള്ളൂ. 33. കുട്ടൂസിനെ കടത്താൻ 34. എനിക്ക് തോന്നില്ല, പക്ഷെ ഇവന്റെ ലേശം ട്രിക്ക് ഉണ്ട്. ഇവന്റെ 2 ഹീൽസും പോയി, പിന്നെ എന്ത് ടഫ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു ആണിയാറ്റോ പുറത്തേക്ക് കാണിച്ചേ അതാ നോക്കട്ടെ. മതി, ഇത്ര ഡ്രാമയൊന്നും കളിക്കണ്ട, അതായത് കാലിൽ കയറുന്നില്ല, പുറത്തേക്കാണ്. ഇനി എന്തിനാണ് ഇമ്മാരി BGML അതിൻ്റെ ഇടയിൽ കുത്തിക്കേറ്റീന്? കണ്ടാ വിചാരിക്കും അവന്റെ കാലിലൂട്ട് കയറിയിട്ട് ഹൃദയത്തിലാണ് എത്തിയത്. ആണി കയറി കുട്ടൂസിന്റെ വീട്ടിൽ നിന്നുള്ള ആള് വരും. നോക്കട്ടെ. ഹീൽസ് പൊട്ടുകയും ചെയ്ത് ചാലഞ്ച് കഴിയും ചെയ്തു. 34 വേണം. പടച്ചോനെ എറണോട് ഒരു 10ലായിട്ട് നിർത്തണം. എനിക്ക് 2 എണ്ണം പോലും തുള്ള അറിയില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 22, 23, 24, 25, 26, 41, 42, 43, 44, 48, 49, 51 54, 55. ഇതെന്ത് 55? അർണോൾഡ് വീട്ടിൽ നിന്ന് ഫുൾ പ്രാക്ടീസ് അല്ലേ? ഞാനെങ്ങനെ ഇനി ജയിക്കുക? ചൊറസാകളാ. ഇനി എനിക്ക് ജയിക്കാൻ പറ്റും തോന്നില്ല കേട്ടോ. 50, 34 ആക്കണേ, ആ സെക്കൻഡെങ്കിലും വരണമെങ്കിൽ. 3 സ്റ്റാർട്ട്. 2, 3, 4, 5, 6, 7, 8, 1, 4, 5, 6, 7, 22, 23, 30, 31, 32, 33. ആടാ കുട്ടൂസിനെ കടത്തി. മതി അത്ര മതി. Let's go. സോ നമ്മൾ എക്സ്ട്രീം സ്പോർട്സിന് 4ാമത്തെ സ്റ്റേജ് ആണ് കഴിഞ്ഞിട്ടുള്ളത്, ആൻഡ് എർണോൾഡിന് വീണ്ടും 3 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഐ ഗെറ്റ് 1 പോയിന്റ് ആൻഡ് കുട്ടൂസ് ഈസ് ബാക്ക് ടു 0. സോ പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് കുട്ടൂസ് ഈസ് ഡെഡ് ലാസ്റ്റ് ആൻഡ് ഹി ഈസ് ദ ലൂസർ. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വന്നത് കുട്ടൂസ് ആണ്. സോ ഹിയർ ഈസ് ദ ഫോട്ടോ ദാറ്റ് വി ആർ ഗോണ പോസ്റ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം. സത്യമായിട്ടും കുട്ടൂസിനെ പെണ്ണായിട്ട് കാണാൻ അത്യാവശ്യം ലുക്കെല്ലാം ഉണ്ടല്ലേ. ഹീൽസ് ഇടുന്നാണല്ലേ, സമ്മതിക്കണല്ലേ. കാലിയാടുക്കല്ലേ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടാൽ മതി സ്ത്രീ ആയിട്ട്.